Hi, hello all. Welcome to my YouTube channel. So today we are going to learn the chapter 13 from Introduction to Literary Studies to Margaret Eleanor Atwood's Attitude. Margaret Eleanor Atwood എന്ന് പറയുന്ന ഒരു കനേഡിയൻ നോവലിസ്റ്റ് ആൻഡ് പോയിറ്റ് ആണ്. She is also an essayist, literary critic and an environmental activist. She has written many short stories, many screenplays and scripts and also books for children. അവർക്ക് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. 2 ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ ഒരു എസ്സേ എന്ന് പറയുന്നത് ഒരു സ്പീച്ചായിരുന്നു. ഇവർ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോ എന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ അവിടെ പോയിട്ട് കോൺവക്കേഷൻ സെറമണിയിൽ അവിടുന്ന് ഗ്രാജുവേറ്റഡ് ആയിട്ട് ഇറങ്ങുന്ന സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ടിൽ നടത്തിയ ഒരു സ്പീച്ചാണ് ഈ ആറ്റിറ്റ്യൂഡ് എന്നുള്ള ഈ എസ്സേ നമുക്ക് പഠിക്കാനുള്ളത്. അത് ജൂൺ 14, 1983 ഈ ഒരു സ്പീച്ച് അവർ നൽകിയത്. അപ്പോൾ ഇതൊരു വളരെ ചലഞ്ചിങ് ആയിട്ടും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്പീച്ചാണ്. ആറ്റ്വുഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതായത് നമുക്കൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, വിച്ച് മൈറ്റ് ഹെൽപ്പ് അസ് ഫോർ എ ബെറ്റർ ലൈഫ് അല്ലെങ്കിൽ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. അവരുടെ സ്പീച്ച് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആൻഡ് ക്ലിയർ ആണ്. ഡ്രീംസിനെ കുറിച്ചും നമുക്ക് വേണ്ടുന്ന ആസ്പിറേഷൻസിനെ കുറിച്ചും നമ്മുടെ ഡൗട്ട്സിനെ കുറിച്ചും നമ്മുടെ ആ ഒരു കൺഫ്യൂഷൻസിനെ കുറിച്ചും ഒക്കെയാണ് അവർ പറയുന്നത്. അതായത് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത്, അതായത് ആഫ്റ്റർ ഗ്രാജുവേഷൻ വാട്ട് വിൽ ബി ഡു നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ആഫ്റ്റർ ഗ്രാജുവേഷൻ നമ്മൾ ന്യൂ വേൾഡിലോട്ട് ചിലർ ജോലിക്ക് പോകുന്നു, ചിലർ അതുപോലെ തന്നെ പുതിയ കോഴ്സ് ഓഫ് സ്റ്റഡീസ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഔട്ടർ വേൾഡിലോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു ന്യൂ വേൾഡിലോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ്ഡ് ആവുകയാണ്. അപ്പോൾ റിയാലിറ്റിയിലോട്ട് നമ്മൾ പെട്ടെന്ന് ഫേസ് ചെയ്യുകയാണ്. റിയാലിറ്റി എന്ന് പറയുന്നത് അൺവെൽക്കമിങ്ങും അതുപോലെ തന്നെ വളരെ ക്രൂവലായിട്ടുള്ളൊരു കാര്യം കൂടി ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡിലമാസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസും ഒരുപാട് ചോയ്സസും നമുക്ക് ഒരുപാട് പെയിനും ഒക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. അത് നമ്മളെ മിക്കവാറും എക്സോസ്റ്റഡ് അല്ലെങ്കിൽ ടയേർഡ് ആക്കി മാറ്റും എന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് ഷീ ഓൾസോ ടോക്സ് അബൌട്ട് ഹെർ ഇൻസ്പിറേഷൻ. അവർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗ്രാജുവേഷൻ്റെ സമയത്ത് അവരെന്തൊക്കെ ഫേസ് ചെയ്തു, ഫിയേഴ്സ് എന്തൊക്കെയായിരുന്നു, അവരുടെ കൺഫ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു, ആൻസൈറ്റീസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ളത് ഇവർ ഈ സ്പീച്ചിനകത്ത് ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ പറയുവാണ്, തിയറിറ്റിക്കൽ നോളജും അതുപോലെ തന്നെ അതായത് എഡ്യൂക്കേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തിയറീസും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആറ്റ്വുഡ് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, നമ്മൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ആളുകൾ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ആളുകൾ നമ്മളെ എന്തെങ്കിലും നമ്മളെക്കാട്ടിലും ഉയരുമോ അല്ലെങ്കിൽ നമ്മൾ അവരെക്കാട്ടിലും താഴുമോ എന്നൊക്കെയുള്ളൊരു ബിലീഫുള്ള ആളുകളാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഫുൾ ടൈം അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേൾഡിൻ്റെ ട്യൂണിനനുസരിച്ച് നമുക്ക് നമ്മളെ തന്നെ മോൾഡ് ചെയ്യാൻ സാധിക്കും, നമുക്ക് നമ്മളെ തന്നെ വിൻ ഓവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ആറ്റ്വുഡ് പറയുന്നത്. ആൻഡ് ഓൾസോ ഷീ റിജക്ട്സ് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോർ നോട്ട് പ്രിപ്പയറിംഗ് വൺ ഫോർ ലൈഫ്. അതായത് ജീവിതത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പറേഷൻ ഒന്നും എഡ്യൂക്കേഷൻ വഴി നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ലിബറൽ എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നാണ്. അതായത് ലിബറൽ എഡ്യൂക്കേഷനാണ് നമുക്ക് ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ആറ്റ്വുഡ് പറയുന്നത്. സോ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇംപെർഫെക്റ്റ് ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. ആൻഡ് നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളെ സമീപിക്കുന്ന രീതി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി മാറും എന്നാണ് പറയുന്നത്. നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് മാറ്റുക, അതൊക്കെ തന്നെ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റീസ് ഉണ്ട്, അവരുടെ ചോയ്സസ് എടുക്കാനും ആ ഒരു പവറും സ്ട്രെങ്ത്തും ഒക്കെ നമുക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ആ ചോയ്സസ് നമ്മൾ വിശ്വസിച്ച് നമ്മൾ നല്ലൊരു ആറ്റിറ്റ്യൂഡ് കൂടി തന്നെ മുന്നോട്ട് നീങ്ങുക എന്നാണ് ആര് പറയുന്നത്, ആറ്റിറ്റ്യൂഡ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ടറി കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് എസ്സേയിലോട്ട് പോവാം. എസ്സേ നോക്കുമ്പോൾ നിങ്ങൾ ആറ്റിറ്റ്യൂഡ് എന്നുള്ളതിനകത്ത് ഫസ്റ്റ് പാരഗ്രാഫ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർഗരറ്റ് ആറ്റ്വുഡിനെ ഇതുപോലെ ഒരു കമ്മമറേഷൻ അല്ലെങ്കിൽ കോൺവക്കേഷൻ സെറമണിയിലോട്ട് ഇൻവൈറ്റഡ് ആയി. ആൻഡ് ഷീ ഈസ് ആക്ച്വലി സ്പീക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗ്രാജുവേറ്റഡ് സ്റ്റുഡൻസ്. അപ്പം യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോയിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്പീച്ച്. ആ അഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ ആ സ്പീച്ചിൻ്റെ ബിഗിനിങ്ങിൽ അവർ പറയുന്നു, അവർ ഫേസ് ചെയ്ത അക്കാഡമിക് പ്രഷറിനെ കുറിച്ചാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് വളരെ ബാക്ക് ബ്രേക്കിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ടോർച്ചറസ് ആയിട്ടൊരു അക്കാഡമിക് പ്രഷറാണ് അവർ ഫേസ് ചെയ്തത് വെൻ ഷീ വാസ് ഗോണ ഗ്രാജുവേറ്റ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഹോംവർക്ക്സ് ഉണ്ടായിരുന്നു. അവർക്ക് ആ ഹോംവർക്ക്സ് എഴുതാൻ വേണ്ടി തന്നെ, ഉണർന്നിരിക്കാൻ വേണ്ടി തന്നെ ഇവർക്ക് ഒരുപാട് എക്സസീവായിട്ട് കോഫീസ് അല്ലെങ്കിൽ കഫെയിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ ആ ഒരു കഫെയിൻ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇത്രയും സ്ട്രെയിൻ ചെയ്തെടുത്തതിന് അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരുപാട് മൈൻഡ് ഇമോഷണലായിട്ട് ഇവർക്ക് കുറേ ഇഷ്യൂസ് അല്ലെങ്കിൽ മെൻ്റൽ ഇഷ്യൂസ് ഒരുപാട് ഇവർക്ക് വന്നു. ആൻഡ് വളരെ പേടിയോടുകൂടിയാണ് അവർ ആ ഒരു സിറ്റുവേഷനൊക്കെ ആലോചിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ബിബ്ലിയോഗ്രഫി തന്നെ കാണാതെ പഠിക്കേണ്ടി വന്നു. ആൻഡ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ലൈഫ് എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം ട്രോമാറ്റിക് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ
അടുത്തതെന്ന് പറയുന്നത് നെക്സ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് സെക്കൻഡ് പാരഗ്രാഫ് നോക്കിക്കോ. അപ്പോൾ അവർ വിക്ടോറിയ കോളേജിലാണ് പഠിച്ചത്. അവരുടെ ആ ഒരു സ്റ്റഡീസിൻ്റെ എൻഡിൽ അവർ 3 ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു 3 കമ്പനീസിൽ. ഒന്നെന്ന് പറയുന്നത് ബെൽ കാനഡ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, അനദർ വൺ ഇസ് മെക്ലൻഡ് ആൻഡ് അനദർ വൺ ഇസ് സ്റ്റിവോർട്ട്. ഈ 3 സ്ഥലങ്ങളിലാണ് ഇവർ ജോബിന് വേണ്ടി 3 കമ്പനീസിൽ അയച്ചത്. സാഡ്ലി ഈ 3 കമ്പനിക്കാരും ഇവർ ജോബിന് സ്യൂട്ടബിൾ അല്ല അല്ലെങ്കിൽ ഫിറ്റ് അല്ല എന്നാണ് മറുപടി പറഞ്ഞത്. ആൻഡ് അവർ ഡിസ്ക്വാളിഫൈ ചെയ്തു. അവർ പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഈസ് ഓവർ ക്വാളിഫൈഡ് എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഷീ ഡിഡ് നോ ടൈപ്പിംഗ് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഓവർ ക്വാളിഫൈഡ് ആണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണ് ഇവരെ പറഞ്ഞത്. അപ്പോൾ ഒരു ജോലിയിലും നമുക്ക് കിട്ടിയില്ല എന്നറിഞ്ഞപ്പോൾ ഇവർ വളരെയധികം ഡിജക്റ്റഡ് ആയി മാറി, വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് മാറി നമ്മുടെ മാർഗരറ്റ് ആറ്റ്വുഡ്. പക്ഷേ ഷീ റിയലൈസ് ദാറ്റ് മോസ്റ്റ് നോവലിസ്റ്റ് ഓൾസോ ഈ ഒരു, അതായത് ഒരുപാട് നോവലിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും ഈ ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞ കാര്യം വരും. ചിലപ്പോൾ അവർക്ക് എഴുതാൻ പറ്റത്തില്ല, ചിലപ്പോൾ അവർക്ക് എത്ര എഴുതിയാലും മതിയാവത്തില്ല, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം വരും. അപ്പോൾ എല്ലാ നോവലിസ്റ്റിനെ പോലെയും അവർ പറയുകയാണ് അവർക്കും ഇപ്പോൾ ഒരു പ്രശ്നം വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്നിട്ട് ഒരു ഹ്യൂമറസ് ആയിട്ട് പറയുവാണ്, റൈറ്റിംഗ് പ്രൊഫഷനിൽ ഇങ്ങനെയുള്ള ഒരു ഡിപ്രസീവ് പീരീഡ് എന്ന് പറയുന്നത് റൈറ്റേഴ്സിന് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. വേറെ പ്രൊഫഷൻസിനൊന്നും ഈ ഒരു പ്രശ്നമില്ല. അതായത് ഡെന്റിസ്റ്റിനോ ജിയോളജിസ്റ്റിനോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിനോ ഒന്നും ഇങ്ങനെയുള്ള ഡിപ്രസീവ് ആയിട്ടുള്ള പീരീഡ്സ് ഒന്നും കാണത്തില്ലെന്നാണ് ആര് പറയുന്നത്, മാർഗരറ്റ് ആറ്റ്വുഡ് പറയുന്നത്. അതായത് റൈറ്റേഴ്സിന് മാത്രമാണ് ഒരു കാലഘട്ടം മിക്കവാറും അവർക്ക് ഡിപ്രഷൻ അടിച്ച് അവരിയ്ക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് അടുത്ത 3 പാരഗ്രാഫ്സ്, അതായത് നെക്സ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് മാർഗരറ്റ് ആറ്റ്വുഡ് അവരുടെ PhD ഒക്കെ ഫിനിഷ് ചെയ്തു. ആൻഡ് ഷി വാസ് ആസ്ക്ഡ് ടു പ്രസന്റ് ഫോർ ദി കോൺവക്കേഷൻ ഇൻ വിച്ച് ഷി വാസ് ടു ബി അവോർഡഡ് എ ഡോക്ടറേറ്റ് ഡിഗ്രി. ആ ഒരു വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു മൊമെന്റിൽ അവരിങ്ങനെ ആലോചിച്ചു, PhD ഒക്കെ കിട്ടി, പക്ഷെ ആഫ്റ്റർ ദാറ്റ് അവരെന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലൂ അവർക്ക് കിട്ടിയില്ല. അതായത് ലൈഫ് ആഫ്റ്റർ PhD എന്താണെന്ന് അവർക്കൊരു ക്ലൂവും കിട്ടിയില്ല. അവർ വീണ്ടും ഹ്യൂമറസ് ആയിട്ട് പറയുവാണ്, കോൺവക്കേഷൻ ഡേ എന്ന് പറയുന്നത് ഈസ് ഇൻഫാക്ട് ആൻ ഇജക്ഷൻ ഡേ ആണെന്നാണ് ഇവർ പറയുന്നത്. അതായത് പിന്നീട് അങ്ങോട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല, നമ്മൾ വളരെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കും. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആൻഡ് അവർ ഫോഴ്സ്ഫുൾ ആയിട്ട് അവരെ ലീവ് ചെയ്യിപ്പിക്കുകയാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ക്യാമ്പസിൽ നിന്ന്. സോ ആഫ്റ്റർ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ യൂണിവേഴ്സിറ്റി ഓർ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദി ക്യാമ്പസ് അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ PhD എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസം അല്ലെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ദിവസമാണെന്നാണ് പറയുന്നത്. മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. അവർക്ക് റിയാലിറ്റി എന്താണെന്ന് അറിയാം. മാർഗരറ്റ് ആറ്റ്വുഡിന് വളരെ അൺസർട്ടൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസിമ്പത്തറ്റിക് ആയിട്ടുള്ളൊരു അൺകോപ്പറേറ്റീവ് വേൾഡാണ് ഇനി അവരുടെ മുമ്പിലുള്ളത്. ആൻഡ് ഓൾസോ അവർക്കറിയാം വേൾഡിനെ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് വേൾഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ മോൾഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് സോ മാർഗരറ്റ് ആറ്റ്വുഡ് ഡിസൈഡഡ് ടു അവർ ട്രൈ ചെയ്യാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അവർക്കറിയാം അവരെ പോലെ തന്നെയാണ് ബാക്കിയുള്ള സ്റ്റുഡൻസിനും ഇതേ ഒരു വിഷയം തന്നെയാണ് ബാക്കി സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത്. അപ്പം ജോബില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ്ഫുൾനെസ്സും ഇല്ല, ഒരു ഹാപ്പിനെസ്സും ഇല്ല ലൈഫിൽ. അപ്പം അതിൻ്റെ ഒരു ട്രോമ എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിഗ്നിറ്റിയും നമ്മുടെ ആ ഒരു സെൽഫായിട്ടുള്ളൊരു ആ ഒരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ക്യാരക്ടർ മോൾഡിങ്ങിനെയൊക്കെ നമ്മൾ ബാധിക്കും എന്നാണ് ആര് പറയുന്നത്, മാർഗരറ്റ് ആറ്റ്വുഡ് പറയുന്നത്. സോ ആ ഒരു ട്രോമയും ആ ഒരു കൺഫ്യൂഷനും എല്ലാം ഇവരും ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ശരിക്കും പറഞ്ഞാൽ കവാർഡ്സിനെ പോലെ അവർ ഫേസ് ഡൗൺ ചെയ്തില്ല. അത് അവരെ അത് താഴ്ത്തിക്കൊണ്ട് വന്നില്ല. പക്ഷെ അവരെന്ത് ചെയ്യണം, അതിനെ വെച്ചിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തത്. അത്രയും ഹാർഡ് ടൈംസ് ഉണ്ടായിട്ടും അവർ അതിനെയെല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തത്. അപ്പം ഷീ ഡിസൈഡഡ് ടു ചേഞ്ച് ഹർ ഫേറ്റ് എന്നാണ് ആര് പറയുന്നത്, മാർഗരറ്റ് ആറ്റ്വുഡ് പറയുന്നത്. സോ അവരെന്ത് ചെയ്യാണ്, ഇവരുടെ ഈ ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ടല്ലോ, അവരെന്തെങ്കിലും ഒരു നോവൽ എഴുതാനോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനോ അവരിങ്ങനെ ആലോചിച്ചു അല്ലെങ്കിൽ പ്ലാൻ ചെയ്തു. അപ്പോൾ ആ ചലഞ്ച് എന്ന് പറയുന്നത് വളരെയധികം ഫിയേഴ്സ് ആയിട്ടുള്ളൊരു ചലഞ്ചാണ് ഇനി അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇറ്റ് വാസ് ലൈക്ക്, അതായത് ഒരു ഫോറസ്റ്റിലോട്ട് റെഫ്രിജറേറ്റർ കൊടുത്തു വിടുന്ന പോലെയായിരുന്നു എന്നാണ് ഇവർ ഹ്യൂമറസ് ആയിട്ട് പറയുന്നത്. അതായത് പവർ സപ്ലൈ ഇല്ല വില്ലേജിൽ. ആൻഡ് സോ നോ മാറ്റർ ഹൗ വൺ ട്രൈഡ്, ഫ്രിഡ്ജിനെ അവിടെ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഒരു വില്ലേജിലോട്ട് നമ്മളിപ്പോൾ ഒരു റെഫ്രിജറേറ്റർ കൊടുത്തു വിടുക, അവിടെ പവർ സപ്ലൈ ഇല്ലെങ്കിൽ റെഫ്രിജറേറ്ററിന് യൂസ് ഒന്നുമില്ല. സോ അതുപോലെയായിരുന്നു അവർക്ക് തോന്നിയത്. അവരൊരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ നോവൽ എന്തെങ്കിലും എഴുതാൻ വേണ്ടി ഇവർക്ക് തോന്നി. പക്ഷേ ഇവർ വളരെ ക്ലൂലെസ് ആയിപ്പോയി, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. സോ ഒരു ലാർജ് കോൾഡ് ആയിട്ടുള്ളൊരു ഡാർക്ക് വേൾഡിലോട്ട് ഒരു ഡോക്ടറേറ്റ് അല്ലെങ്കിൽ PhD എടുത്തുകൊണ്ട് പോയിന്റ്ലെസ് ആയിട്ട് നടക്കുക എന്നുള്ളതായിരുന്നു ഇവർ ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം വേൾഡ് എന്ന് പറയുന്നത് എന്താണ്,
ഒരു യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റിനെ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഇൻക്ലൂഡ് ചെയ്യുന്ന ലോകമൊന്നും അല്ല നമ്മൾ പോയി തിരക്കി നമ്മൾ പോയി ഇൻക്ലൂഡഡ് ആവണം. അതാണ് മാർഗരറ്റ് ആറ്റ്വുഡ് പറയുന്നത്. സോ നമ്മൾ വേൾഡുമായിട്ട് ഇഴുകി ചേർന്നാൽ മാത്രമേ നമ്മളെ ആരെങ്കിലും നോട്ടീസ് ചെയ്യത്തുള്ളൂ. അതായിരുന്നു ഇവർ ഫേസ് ചെയ്തിരുന്ന ചലഞ്ച് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള അനദർ തിങ് എന്ന് എന്താണെന്നല്ല, ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് ഫേസ് ചെയ്യുന്ന അനദർ ഫ്രസ്ട്രേറ്റിംഗ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരുടെ സ്കൂൾ മേറ്റ്സ് ഒക്കെ നല്ല ജോലിയിലൊക്കെ കയറും. പക്ഷെ അവരുടെ അത്രയും ഇന്റലക്ച്വൽ ബുദ്ധിയൊന്നും കാണത്തില്ല ഈ സ്കൂൾ മേറ്റ്സിന്. പക്ഷെ അവരൊക്കെ നല്ല നിലയിൽ പോയി നിൽക്കും. അതിപ്പോൾ നമുക്കാണെങ്കിലും ഉണ്ടാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ തോട്ട്സ് ഒക്കെ വരുമ്പോൾ ഒന്നും കൂടി നമ്മൾ മിസറബിൾ ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡിപ്രസിങ് തോട്ട്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ജോഗിങ്ങിന് പോകാം, അല്ലെങ്കിൽ നഖം കടിക്കാം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഈ സ്പെഷ്യലിസ്റ്റുകൾ ഈ ആക്ടിവിറ്റീസിനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ നഖം കടിക്കുക, ജോഗ് ചെയ്യുക, അതായത് നമ്മുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി വേറെ പല കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടിരിക്കുക. അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റീസ് എന്നാണ് നമ്മുടെ മാർഗരറ്റ് ആറ്റ്വുഡ് ഹ്യൂമറസ്ലി വിളിക്കുന്നത്. ആൻഡ് ഇതെല്ലാം പറഞ്ഞപ്പോൾ മാർഗരറ്റ് ആറ്റ്വുഡ് പറയുവാണ്, എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലോട്ട് എൻ്റെ ട്രാക്ക് മാറ്റാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു എന്നാണ് മാർഗരറ്റ് ആറ്റ്വുഡ് പറയുന്നത്. പിന്നീട് അവരൊരു ഡ്രീമിനെ കുറിച്ചാണ് റീകോൾ ചെയ്യുന്നത്. അവർ കണ്ട ഒരു ഡ്രീം, അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ബോട്ടിൽ പോവുകയാണ്. അതിങ്ങനെ സൈഡ് ബൈ സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട് വെള്ളത്തിൽ. ഓദർ ഈ ഒരു സിറ്റുവേഷനെ വളരെ അൺസെറ്റിലിംഗ് ആയിട്ട് തോന്നി. അതായത് അവർക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നി. പക്ഷേ ആ വൊമിറ്റിങ്ങിൻ്റെ ഗുളിക ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അതിനെ ഇവിടെ പറയുന്ന പേര് ഗ്രാവോൾ എന്നാണ്, GRAVOL. ആ ഒരു കാര്യം അവരുടെ കയ്യിൽ ഇരുന്നത് കൊണ്ട് അത് ഹാൻഡി ആയിട്ട് മാറി. പിന്നീട് അവരത് എഴുന്നേറ്റിട്ട് എന്താ പറയുക, ഈ സ്റ്റുഡൻസിൻ്റെ അടുത്ത് അവർ ബോട്ടിലൊക്കെ എഴുന്നേറ്റ് നിന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ഒരു ഒക്കേഷനിൽ ഇവർ സ്റ്റുഡൻസിൻ്റെ അടുത്ത് മോർണിംഗ് പോലെ പറയുവാണ്, നല്ല രീതിയിലുള്ള ഹാർഡ് ടൈംസ് ആണ് ഇനി വരാൻ പോകുന്നത്. എന്നിട്ട് ഇവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു ടിപ്പിക്കൽ അമേരിക്കൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ബൂം ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് ബസ്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് കനേഡിയൻസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ സ്ട്രോങ് ആണ്. അവരൊരിക്കലും പെട്ടെന്നൊരു ജഡ്ജ്മെന്റ് എടുത്തിട്ട്, അതായത് ഈ ഹാർഡായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടൈംസിൽ ദേ വോണ്ട് ആക്ച്വലി ടേക്ക് എനി ഹാർഡ് ഡിസിഷൻസ് അല്ലേ. വളരെ റഷ് ചെയ്ത് ജഡ്ജ്മെന്റ്സ് ഒന്നും അവർ ഡിസിഷൻസ് ഒന്നും എടുക്കത്തില്ല കനേഡിയൻസ്. അവർ വെയിറ്റ് ചെയ്യത്തേ ഉള്ളെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ മാർഗരറ്റ് ആറ്റ്വുഡ് പറയുന്നത്. സോ ഇവിടെ ഇത്രയും പറഞ്ഞിട്ട് ഇവർ പെട്ടെന്ന് പോയതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് ഒരു ടിപ്പിക്കൽ അമേരിക്കൻ അപ്രോച്ച്. അതായത് പകുതി വരെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് പകുതിക്ക് കളഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ജഡ്ജ്മെന്റ് എടുത്തിട്ട് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തങ്ങ് പോകും. പക്ഷേ കനേഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇവരൊരു കനേഡിയൻ റൈറ്റർ ആണല്ലോ, ആൻഡ് കനേഡിയൻ നേറ്റീവും കൂടിയാണ്. അപ്പോൾ കനേഡിയൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല, ഞങ്ങൾ വളരെ സ്ട്രോങ് ആണെന്ന് കാണിക്കുവാണ് ഇവർ. എന്നിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പറയുന്ന ഇതാണ്, ഞങ്ങൾ കനേഡിയൻസ് എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളുള്ളപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കത്തില്ല, ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടേ നമ്മൾ തീരുമാനങ്ങൾ എടുക്കത്തുള്ളൂ. ആഫ്റ്റർ എ വൈൽ എന്താണ്, ഷീ തോട്ട് ഓഫ് ചൂസിങ് ലിബറൽ എഡ്യൂക്കേഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് അതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ അവരിങ്ങനെ സ്പീച്ചിലൂടെ പറയുവാണ്. പക്ഷേ പിന്നീട് ഷീ സൂൺ റിയലൈസ് ദാറ്റ് ലിബറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡൾ സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലായി. അത് സ്റ്റുഡൻസിനെ ഒരിക്കലും ആഫ്റ്റർ ക്യാമ്പസ് ലൈഫിലോട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള, അതായത് ഈ ആവശ്യമില്ലാത്ത ഈ വിക്ടോറിയൻ തോട്ട്, ഫ്രഞ്ച് റൊമാൻറ്റിസിസം, ഇതൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളതാണ് ലിബറൽ എഡ്യൂക്കേഷൻ്റെ കരിക്കുലത്തിനകത്തുള്ളത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പഠിച്ചിട്ട് എന്തിനാണെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഈ ഒരു റെലവൻസ് എന്താണ്? നമ്മളിപ്പോൾ ഒരു ഹിസ്റ്ററിയിൽ നമ്മളിപ്പം പിന്നെന്താണ്, നമ്മൾ പുറം ലോകത്തോട്ട് പോകുമ്പോൾ ഈ ഫ്രഞ്ച് റൊമാൻറ്റിസിസവും അതുപോലെ തന്നെ നമ്മുടെ ഈ വിക്ടോറിയൻ തോട്ടൊക്കെ നമ്മളെ എവിടെയാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ മാർഗരറ്റ് ആറ്റ്വുഡ് വണ്ടടിച്ച് നിൽക്കുവാണ്. ലിബറൽ എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് ഇവർ പറയുന്നത്, നമ്മുടെ സ്കിൽസുമായിട്ട് ഡീൽ ചെയ്യണം. അതായത് നമ്മുടെ ഡെയിലി ലൈഫ്സിൽ നമുക്ക് ഉപയോഗിക്കേണ്ട കഴിവുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന കഴിവുകളെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ വേണം നമുക്ക്. ഇപ്പോൾ ഡേ ടു ഡേ പ്രോബ്ലംസ്, അതായത് ഈ മാരിറ്റൽ ബ്രേക്ക് ഡൗൺ, മാരേജസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മൾ നല്ല ചെരുപ്പുകൾ എങ്ങനെ മേടിക്കാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സ്ട്രെസ്സുമായിട്ട് ഡീൽ ചെയ്യണം, നമ്മുടെ ഫിംഗർ നെയിൽസ് നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനെന്നാണ് ഇവർ പറയുന്നത്. അത് ഹ്യൂമറസ് ആയിട്ട് പറയുവാണ്. അതുപോലെ തന്നെ ലിബറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോം മേക്കറിൻ്റെ മാഗസിൻ പോലെ ആയിരിക്കണം. അതായത് നമ്മുടെ ഇവിടെ വനിതയുള്ളതുപോലെ അത് എല്ലാ കാര്യങ്ങളെയും കുറിച്ചും പറയുമല്ലോ, കിച്ചൺ, ഹെൽത്ത് ഇഷ്യൂസ്, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, പിന്നെ അല്ലാതുള്ള ടെക്നോളജിയെക്കുറിച്ച് പറയുന്നുണ്ട്, കോമിക്സ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുപോലെ ആയിരിക്കണം, ഒരു ഹോം മേക്കറിൻ്റെ മാഗസീൻ പോലെ ആയിരിക്കണം ലിബറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവരും മാഗസീൻസ് ഒക്കെ വായിക്കാറുണ്ട്. അപ്പോൾ ഹോം മേക്കറിൻ്റെ മാഗസീൻ പോലെ അതിനകത്തുള്ള ടോപ്പിക്സ് പോലെ ആയിരിക്കണം ലിബറൽ എഡ്യൂക്കേഷനും. ബോയ്സിന് ഫോർബ്സ് അല്ലെങ്കിൽ എക്കണോമിസ്റ്റ് പോലെയുള്ള ഈ കാറിൻ്റെയൊക്കെ മാഗസീൻസ് ഒക്കെ വായിക്കാം, അവരുടെ നോളജൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, അവരുടെ കരിയറൊക്കെ അത് വെച്ചിട്ട് ചെയ്യാം. ആൻഡ് അവർ ഹ്യൂമറസ് ആയിട്ട് പറയുവാണ്,
അതുപോലെ തന്നെ ബെസ്റ്റ് ഓഫീസ് സ്യൂട്ട് വരെ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയത്തില്ല. സോ അതിനൊക്കെ നമ്മൾ ലിബറൽ എഡ്യൂക്കേഷൻ നമ്മൾ അതിനെയൊക്കെ നമ്മളെ പാകപ്പെടുത്തി എടുക്കണം എന്നാണ്. അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ വേണം നമുക്ക് കിട്ടാനെന്നാണ് ഇവർ പറയുന്നത്. ആഫ്റ്റർ എ വൈൽ ഷീ തോട്ട് അബൌട്ട് ടോക്കിംഗ് എന്താണ് ഈ സ്കൂൾ കരിക്കുലത്തിനകത്തുള്ള എന്താണ് ഫാലസീസ് അല്ലെങ്കിൽ ഇൻഅഡിക്വസീസിനെ കുറിച്ചാണ് ഇവർ പറയാൻ പോകുന്നത്, സ്കൂൾ കരിക്കുലത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്. ആൻഡ് ഓഡിയൻസിൻ്റെ അടുത്ത് പറയുകയാണ് അവരുടെ സ്കൂൾ ഡേയ്സിൽ അവർ പ്രിഫർ ചെയ്തിരുന്നത് എന്താണ് ഈ കൊമേഴ്ഷ്യൽ ടോപ്പിക്സ് ആയിരുന്നു ഇവർ പ്രിഫർ ചെയ്തിരുന്നത്, അല്ലാതെ ഈ എക്കണോമിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവർ പ്രിഫർ ചെയ്തിരുന്നത്. മെയിൻ സബ്ജക്ട്സ് ഒന്നും അല്ല, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് ലൈക്ക് ടൈപ്പിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത്. അതായത് ടൈപ്പിംഗ് ജോബ്സ് ഒക്കെ എടുക്കണം, പിന്നെ അതൊക്കെയാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അതൊക്കെ വെറും നോൺസെൻസിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു എന്ന്. അനദർ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു കുക്ക്, അതായത് ഒരു കുക്ക് എങ്ങനെയൊക്കെ മീൽസിനെ കുറിച്ചായിരുന്നു പിന്നീട് അവർ പഠിക്കാൻ ആഗ്രഹിച്ചത്. അതായത് ഒരു ഐഡിയൽ മീൽ എങ്ങനെ ആയിരിക്കണം, അതിന് ബ്രൗൺ ഐറ്റം വേണോ, ഒരു വൈറ്റ് ഐറ്റം വേണോ, ഗ്രീൻ ഐറ്റം വേണോ, യെല്ലോ ഐറ്റം വേണോ. അതായത് ഒരു കുക്കെന്ന് പറയുന്നത് കുക്കിനെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് സ്പൂൺ ലിക്ക് ചെയ്യരുത് ഫുഡ് ടേസ്റ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ അകത്തിടുന്ന ഡ്രസ്സിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് ആണ് വെളിയിലിടുന്ന ഡ്രസ്സ്. അതായത് വെളിയിലിടുന്ന ഡ്രസ്സിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് തന്നെയാണ് നമ്മൾ ഇന്നർ ഗാർമെൻറ്റ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ചുമ്മാ ഓരോന്നങ്ങ് പറഞ്ഞു പോകും. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത നോൺസെൻസിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും നമ്മുടെ ഈ സ്കൂൾ കരിക്കുലത്തിലൊക്കെ എന്തിനാണെന്നാണ് ഇവർ ചോദിക്കുന്നത്. ദെൻ അനദർ ഹ്യൂമറസ് ആയിട്ടുള്ള എപ്പിസോഡ് എന്ന് പറയുന്നത് ആരും ഇവരുടെ അടുത്ത് ഓതറായി കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റ് കിട്ടുന്നോ അല്ലെങ്കിൽ ഓതറായി കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുമെന്നൊന്നും ഇവരുടെ അടുത്ത് ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. ആൻഡ് ഓൾസോ പിന്നെ എന്താണ്, ഒരു എക്സസൈസ് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ റൈറ്റർ എഴുതാനിരിക്കുമ്പോൾ തോന്നുന്നത്. നമ്മുടെ നടുവിനും നമ്മുടെ കൈക്കുള്ളൊരു എക്സസൈസാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ലൈറ്റ് ഹാർട്ടഡ്ലി അവർ പറയുവാണ് ഗ്രേറ്റ് ഓതേഴ്സ് ആയിട്ടുള്ള ചാൾസ് ഡിക്കൻസ് എന്ന് പറയുന്നത് അവർക്കൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിസ്റ്റ് ആയിരുന്നു എന്ന്, കൈക്കൊക്കെ നല്ല പവർ ആയിരുന്നു എന്ന്, അവരതായത് നല്ലപോലെ എഴുതി എന്ന് പറയുവാണ്. ആൻഡ് അതുപോലെ തന്നെ അവരുടെ ഗ്രേവ്സ് നമ്മൾ കുഴിച്ചെടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവരുടെ സ്കെൽട്ടൻസ് ഇപ്പോഴും നല്ല തിക്കായിട്ട് അല്ലെങ്കിൽ വൈഡായിട്ടുള്ള റിസ്റ്റ് ഹാൻഡ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നതെന്ന്. ഓൺ ദി അതർ ഹാൻഡ് എമിലി ഡിക്കിൻസനൊക്കെ വളരെ ഷോർട്ട് പോയംസ് എഴുതിയിരുന്ന ഒരു റൈറ്ററാണ്. അവർക്ക് പക്ഷേ വളരെ അവരുടെ റിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ടെൻഡർ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പോയംസ് എഴുതിയെന്ന് ഇവർ ഇങ്ങനെ കളിയാക്കി പറയുവാണ്. പിന്നീട് പറയുന്നത് മാർഗരറ്റ് അറ്റ്വുഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കിങ്ങും റൈറ്റിങ്ങും തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ബാലൻസ് ചെയ്ത് പറയുമായിരുന്നു. ആൻഡ് ഷീ ഓൾസോ ന്യൂ വെരി ഫ്യൂ എമംഗ് ദ സ്റ്റുഡൻസ്, അതായത് ഈ റൈറ്റിംഗ് കരിയറായിട്ട് എടുക്കുന്ന സ്റ്റുഡൻസിനെ കുറിച്ച് ഇവർക്ക് അതെന്ന് വെച്ചാൽ ഇവർ പറയുകയാണ് കുറച്ച് പിള്ളേർ മാത്രമേ റൈറ്റിംഗ് എന്തായാലും കരിയറായിട്ട് എടുക്കത്തുള്ളൂ, സ്പീക്കിങ്ങിനായിരിക്കും കുറേ പേര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്റ്റുഡൻസിനെ ഇവർ എൻകറേജ് ചെയ്യുകയാണ് റൈറ്റിംഗ് ഒരു പ്രൊഫഷനായിട്ട് എടുക്കുക, റൈറ്റിങ്ങിനെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു വൈസ് തിങ് അല്ല എന്നാണ് ഇവർ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നത്. കോമ്പറ്റീഷൻ, അതായത് പുതിയ പുതിയ റൈറ്റേഴ്സ് ഒരുപാട് പേര് ഫിയേഴ്സ് ആയിട്ടുള്ള റൈറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻസ് ഇതിൻ്റെ ഇടയ്ക്ക് ഈ കോമ്പറ്റീഷൻ ഇടയ്ക്കോട്ട് പോകുമ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങളാവും എന്നാണ് പറയുന്നത്. ആൻഡ് ക്രിയേറ്റീവ് റൈറ്റിംഗ് കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് സെൻറ്റേഴ്സ് നമുക്കിടയിലുണ്ട്. അപ്പോൾ ഈ ഒരു റേറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റേഴ്സ് അല്ല, നമുക്ക് റൈറ്റേഴ്സ് ആയിരിക്കും കൂടുതൽ റീഡേഴ്സിനെ കാട്ടിലും എന്ന് പറയുവാണ്. അതായത് ഒരുപാട് സെൻറ്റേഴ്സ് എഴുതാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ റീഡേഴ്സിനെ കാട്ടിലും ഇപ്പോൾ കൂടുതലുള്ളത് റൈറ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ യങ്ങർ ഡേയ്സിൽ നമ്പർ ഓഫ് റീഡേഴ്സ് എന്ന് പറയുന്നത് കൂടുതലായിരുന്നു കമ്പയർഡ് ടു ദാറ്റ് ഓഫ് റൈറ്റേഴ്സ്. പക്ഷേ ഇപ്പോഴെന്ന് പറയുന്നത് എന്താണ്, ഇപ്പം റൈറ്റേഴ്സ് ആണ് കൂടുതൽ റീഡേഴ്സിനെ കാട്ടിൽ. അതായത് ബുക്ക് എഴുതുന്നുള്ള ഒരുപാട് പേര് വായിക്കാൻ ആരും ഇല്ലെന്ന് പറയുവാണ്. ആൻഡ് ഹൗ ഷീ, അതായത് ഇവർ വളരെ കുഞ്ഞു കുഞ്ഞു പോയംസ് ഒക്കെ അവർ അവരുടെ തന്നെ ഈ വാടക റൂമിലിരുന്ന് ഇങ്ങനെ എഴുതുന്ന കാര്യമൊക്കെ ഇവർ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. പിന്നീട് സ്പീക്കർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷി വോണ്ട്സ് ടു ഡ്രൈവ് ഹോം, അതായത് ഒരു എക്സാമ്പിൾ പോലെ പറയുവാണ്. അതായത് ഒരു സ്ത്രീ എന്ന് പറയുന്നത് പ്രസവിച്ച് കഴിയുമ്പോൾ അവരുടെ ഹെയർ ഒക്കെ പോവും, അതുപോലെ തന്നെ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ വരും. പക്ഷേ ഹെയർ എന്ന് പറയുന്നത് വേറെ ചില സ്ഥലങ്ങളിൽ ഗ്രോ ചെയ്യുകയും ചെയ്യും. പിന്നെ ആണുങ്ങളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഹെയർ ഫോളോ ചെയ്യുമെങ്കിലും പക്ഷെ വളരത്തുമില്ല. അപ്പോൾ ഒരു സർക്കാസത്തിൽ പറയുവാണ്, ഒരു കൊട്ടേഷൻ പോലെ പറയുവാണ്, ഗോഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെഡ്സ് കുറച്ച് പേരെ ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം എന്താണ് ഹെയറിലാണ് ബാക്കിയുള്ള കുറേ പേരെ മുടി വെച്ച് കവർ ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുവാണ്. അതായത് ബോൾഡ് പീപ്പിളാണ് ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ളത്, ഒരുപാട് മുടിയുള്ളവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെസർ ഗിഫ്റ്റഡ് ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ആണിനെയും പെണ്ണിനെയും ചേർത്ത് പറയുവാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോയാലും അവർക്ക് പെട്ടെന്ന് മുടി കിളിച്ച് വരും ആഫ്റ്റർ പ്രഗ്നൻസിയുടെ സമയത്തെ കാര്യമാണ് പറയുന്നത്. ആണുങ്ങൾക്ക് അങ്ങനെയല്ല, മുടി കൊഴിഞ്ഞു പോയാലും മുടി കിളിച്ച് വരത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം മുടി ഇല്ലാത്തവരാണ് ഏറ്റവും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, മുടി ഉള്ളവരെ
എന്ന് പറയുന്നത് ലെസ് ഗിഫ്റ്റഡ് ആണെന്നാണ് ഇവർ കളിയാക്കിക്കൊണ്ട് പറയുവാണ്. ആൻഡ് പിന്നീട് ആ ഒരു സ്പീച്ചിൻ്റെ ജിസ്റ്റിലോട്ട് വരുവാണ്. ഇനി എന്താണ് മെയിൻ സെൻറ്ററിലോട്ട് വരുവാണ്. ഒരു സെർമൺ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതായത് പ്രോബ്ലംസ് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോബ്ലംസ് നമുക്ക് എന്തായാലും കൊണ്ടുവന്ന് നമ്മൾ വിചാരിക്കും ഡോർ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ചെയ്തു, അതായത് നമുക്കിനി ഒരു സൊല്യൂഷൻ ഇല്ലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ പ്രോബ്ലംസ് വരുമ്പോഴും അവരൊരു ഡോറുമായിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതായത് നമുക്കുള്ള വഴി ആ പ്രോബ്ലത്തിനകത്ത് തന്നെ കാണുമെന്നാണ് പറയുന്നത്. അപ്പം റിയാലിറ്റി നമ്മളെ വളരെ ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യുമായിരിക്കും, നമ്മൾ വളരെയധികം ചേഞ്ച് ആവുമായിരിക്കും, നമ്മളെ വളരെയധികം പ്രശ്നത്തിലോട്ടാക്കുമായിരിക്കും. പക്ഷേ നമ്മൾ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ചേഞ്ച് ആകണം, എന്നാലേ നമുക്ക് റിയാലിറ്റിയെ ചലഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. വളരെ ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും പിന്നീട് എന്തായിട്ട് മാറും, നമുക്ക് പ്രശ്നങ്ങളൊന്നും തീരെയില്ല, അതായത് ഇതൊരു പ്രശ്നമേ അല്ലാത്ത രീതിയിലായിട്ട് മാറും എന്നാണ് പറയുന്നത്. സോ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക, എന്നാൽ മാത്രമേ ഈ ഹാർഷായിട്ടുള്ള റിയാലിറ്റി അല്ലെങ്കിൽ പ്രോബ്ലംസ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതായി മാറത്തുള്ളൂ എന്ന് ഇവർ പറയുന്നത്. ആൻഡ് ഇവർ ലിബറൽ ആർട്സിൻ്റെ സ്റ്റുഡൻറ്റ്, അതായത് ലിബറൽ ആർട്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഇവർ പറയുന്നുണ്ട്. അതായത് ഒരു ഏത് സിമ്പിൾ എടുത്താലും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് കാണും. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനും കാണും, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനും കാണും. അപ്പം ബ്ലഡിൻ്റെ കാര്യം എടുക്കുവാണ്, അത് ലൈഫ് സസ്റ്റെയിനിങ്ങും ആണ്, അതായത് ഗോഡിൻ്റെ ഒരു ഗിഫ്റ്റുമാണ്. പക്ഷേ അത് ഇഞ്ചുറി ആകുമ്പോൾ അത് വെളിയിലോട്ട് ഒഴുകുകയും ചെയ്യും, അല്ലേ? അതുപോലെ തന്നെ മിൽക്ക് സ്പില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഗ്ലാസ്സിനെ കറക്റ്റായിട്ട് എടുത്ത് വെക്കാനും പറ്റും. പക്ഷേ ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഒന്നുകിൽ മിൽക്ക് പോകുമ്പോൾ അത് ഹാഫ് എംറ്റി ആവും, അല്ലെങ്കിൽ ഹാഫ് ഫുള്ളാവും. അപ്പം ഈ രണ്ട് എക്സാമ്പിൾ പറയുവാണ്. അതായത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് എന്ന് പറയുന്നത് നല്ല കാര്യമാണ്, ബ്ലഡ് ഉണ്ടെങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റൂ, ജീവനുള്ളൂ. ബ്ലഡ് പോയി കഴിഞ്ഞാൽ എന്താണ്, വൂണ്ട് വരുമ്പോൾ പക്ഷേ ഈ ബ്ലഡ് ഒഴുകുകയും ചെയ്യും, അതൊരു സിറ്റുവേഷൻ. അപ്പോൾ ഒരു കാര്യത്തിന് തന്നെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഗ്ലാസ്സിനകത്ത് പാല് നിറഞ്ഞ് തുളുമ്പി നിൽക്കുവാണെങ്കിൽ ഗ്ലാസ്സിന് അത് ഹോൾഡ് ചെയ്യാൻ പറ്റാതാവും, അല്ലേ? പാല് ഒഴുകിപ്പോവും. അപ്പോൾ പാല് ഒഴുകിപ്പോകുമ്പോൾ എന്താണ്, മിൽക്കിന് അവിടെ മിൽക്ക് എന്താണ്, അല്ലെങ്കിൽ ഗ്ലാസ് എന്താവും, എംറ്റി ആയി മാറും. അതാണ് ഇവിടെ പറയുന്നത്. പിന്നീട് ഇനി എന്താണ്, അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ഔട്ട് ആകുമ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുവാണ് അവരിനി ഒരു വേൾഡിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. ആ വേൾഡ് എന്ന് പറയുന്നത് വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള വേൾഡാണ്. ഹോസ്റ്റൈൽ എന്ന് വെച്ചാൽ വളരെ ക്രൂവൽ ആയിട്ടുള്ളൊരു, നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വേൾഡ് ആയിരിക്കത്തില്ല അത്. പക്ഷേ ഓപ്പർച്യൂണിറ്റീസൊക്കെ അവിടെ ഇവിടെ ഹൈഡ് ചെയ്തിരിക്കും, അത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യണം. ആൻഡ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ തലയിൽ റെയിൻ ഡ്രോപ്സ് വീഴുന്നുണ്ട്, അത് നമ്മളെ നല്ല രീതിയിൽ ചില സമയത്ത് ഫ്രഷൻ ചെയ്യും. കുഞ്ഞു കുഞ്ഞു ഡ്രോപ്സ് ഒക്കെ വീഴുവാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രഷനിങ് ആയിട്ട് തോന്നും. ഈ സെയിം റെയിൻ ഡ്രോപ്സ് തന്നെ അസിഡിക് ആണ് നേച്ചറിൽ. അപ്പോൾ ആ ഒരു നേച്ചറിനെ സംബന്ധിച്ചുള്ള ഈ റെയിൻ ഡ്രോപ്സ് തന്നെ ചില സിറ്റുവേഷനിൽ അസിഡിക് ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ റെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ട്രക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അത് ഈ ഒരുപാടായി കഴിയുമ്പം എർത്തിലുള്ള ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ആസിഡ് റെയിൻ എന്ന് പറയുമ്പോൾ ഈ ക്രോപ്സിനെയും ഏത് ടൈപ്പ് ഓഫ് വെജിറ്റേഷനെയൊക്കെ ഇത് ബാധിക്കും, നശിപ്പിക്കും. അൺചെക്ഡ് ആണെങ്കിൽ ഈ ആസിഡ് റെയിൻ നമ്മുടെ ബോഡിയിലും വന്ന് നമുക്കും ബേൺസ് ഒക്കെ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. സോ ആസിഡ് റെയിൻ എന്ന് പറയുന്നത് തന്നെ നേച്ചറിൻ്റെ റിസോഴ്സസിനെ നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം, ഒരു എഫക്റ്റാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്ന ഒരു റിസൾട്ടാണ്. നമ്മുടെ ഗ്രീഡും നമ്മുടെ ആ ഒരു ക്രൂവൽറ്റിയും ഒക്കെയാണ്, അതായത് മോഡേൺ മാൻ്റെ ക്രൂവൽറ്റിയൊക്കെയാണ് ഇങ്ങനെയുള്ള ഡേഞ്ചേഴ്സൊക്കെ നമ്മൾ തന്നെ ഇൻവൈറ്റ് ചെയ്ത് വെക്കുന്നതാണെന്നാണ് പറയുന്നത്. ഏൻഷ്യൻ്റ് ഈജിപ്സിന് ശരിക്കും പറഞ്ഞാൽ നേച്ചറിനെ കൺസേർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ മോഡേൺ മാനിന് എങ്ങനെയാണ് എൻവയോൺമെൻറ്റിനെ ഡാമേജ് ചെയ്യുന്നതെന്നാണ് അറിയാവുന്നതെന്നാണ് ഇവർ പറയുന്നത്. പിന്നീട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാസ് എക്സ്റ്റിങ്ഷൻ്റെ, അതായത് നമ്മൾ താമസിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടമായിട്ടുള്ളൊരു വംശനാശം നമ്മൾ ഫേസ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ന്യൂക്ലിയർ വാറോ അല്ലെങ്കിൽ ബയോളജിക്കൽ വാറോ ഒക്കെ ഏത് നിമിഷം വേണമെങ്കിലും ഹാപ്പൻ ചെയ്യാം. എന്തായാലും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ടെക്നോളജി അത്രയധികം ഇമ്പ്രൂവ് ആയി പോയിട്ടുണ്ട്. ഓരോ പാസിംഗ് ഡേയിലും എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം അത് നമുക്ക് ട്രിഗേർഡായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ. അപ്പോൾ അങ്ങനൊരു ത്രെറ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും പുറകിൽ ഷാഡോ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം വിധി പോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നീങ്ങുന്നത്. ആൻഡ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡേഞ്ചർ റിവേഴ്സ് ചെയ്യാനുള്ള കഴിവൊന്നും നമുക്കില്ല. നമ്മൾ ഹെൽപ്ലെസ് ആയിട്ട് ഇതെല്ലാം വാച്ച് ചെയ്യത്തേ ഉള്ളൂ. സോ അങ്ങനെ ഒരു കറ്റാസ്ട്രഫി വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൈയും കാലും ഒക്കെ അടിച്ചിട്ട് കരയത്തേ ഉള്ളൂ. അതായത് നമ്മൾ അതിനെ തടയാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ അപ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്നതെന്നാണ് ഇവർ പറയുന്നത്. പിന്നീട് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഈ ലോകം എന്ന് പറയുന്ന ഒരുപാട് വിയേർഡ് അല്ലെങ്കിൽ ക്രേസി ആയിട്ടുള്ള തിങ്സ് കൊണ്ട് നിറഞ്ഞതാണ്. നമ്മുടെ എക്കണോമിക് പ്രോബ്ലംസ്, നമ്മുടെ കൺട്രി ഫേസ് ചെയ്യുന്ന എക്കണോമിക് പ്രോബ്ലംസ് നമുക്കറിയാം. നമ്മൾ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ജീവിച്ച് പോകുന്നത് തന്നെ. അൺഫോർച്ചുനേറ്റ്ലി ന്യൂസ് പേപ്പേഴ്സൊന്നും ആ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യത്തില്ല. അവരെന്ന് പറയുന്നത് എന്താണ്, ഈ
അതായത് അവർ വേറെ കാര്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ചുറ്റിനുമുള്ള കുറേ ആളുകൾക്ക് ഫുഡ് പോലും കഴിക്കാൻ കിട്ടത്തില്ല. നല്ല രീതിയിലുള്ള ഫുഡ് പോലും ഇല്ലാത്ത ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ ഡാർക്കർ സൈഡാണെന്നാണ് ഇവർ പറയുന്നത്. കുറേ പേര് നല്ലപോലെ ജീവിക്കുന്നു, കുറച്ച് പേര് പനലായിട്ട് ജീവിക്കുന്നു. ആ കുറച്ച് പേര് നമ്മൾ ഒരിക്കലും ഫോക്കസ് പോലും ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ ഒരു ഡാർക്കർ സൈഡ് എന്ന് പറയുന്നത്. അപ്പം ഡെമോക്രസി എന്ന് പറയുന്ന ഒരുപാട് ലാൻഡുകൾ ഒരുപാട് കൺട്രീസിലുണ്ട്. ആളുകൾക്ക് അവരുടേതായിട്ടുള്ള വ്യൂസ് പറയാൻ സാധിക്കും, ഒരു ഫിയറും ഇല്ലാതെ, ആ റൂളേഴ്സിനെ പേടിയില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാൻ സാധിക്കും. പക്ഷെ പൊളിറ്റീഷ്യൻസ് ആണെന്ന് എന്താണ്, പബ്ലിക് ഒപ്പീനിയൻ കേൾക്കുമ്പോഴേ അവർക്ക് വളരെ കലിയാണ്, അവർക്ക് വളരെ സെൻസിറ്റീവായിട്ട് തോന്നും. പക്ഷേ ബിക്കോസ് എന്തുകൊണ്ടാണ് തിരിച്ച് പവറിലോട്ട് റിട്ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് പബ്ലിക്കിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. പക്ഷേ പബ്ലിക് ഇവരെ കുറ്റം പറഞ്ഞുകൂടാ. അപ്പോൾ പബ്ലിക്കിൻ്റെ ഗ്രീവൻസസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്താണ് പബ്ലിക് ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളിപ്പം ഇലക്ഷൻ ആകുമ്പോഴാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കൗതുക വാർത്തകളൊക്കെ കേൾക്കാറില്ല. അതായത് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ആരും വോട്ട് ചോദിച്ച് വരണ്ട, അല്ലെങ്കിൽ പട്ടിയെ അഴിച്ചു വിടും, ഇവിടെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറല്ല. ഓരോ സ്ഥാനാർത്ഥികൾ വരുമ്പോഴായിരിക്കും ഇവർ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. അവർ റൂൾ ചെയ്യുന്ന സമയത്ത് ഇവരൊന്നും അനങ്ങത്തില്ല. ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്തായിരിക്കും പബ്ലിക് അവരുടെ ഗ്രീവൻസസ് എല്ലാം ഫ്രീ ആയിട്ട് പറയുന്നത്. അപ്പം ആളുകളെന്ന് പറയുന്നത് അവരുടെ ഇഷ്യൂസ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന് അവർക്ക് വേണ്ടുന്ന എന്താണെന്ന് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്ന ആളുകൾ അതൊരിക്കലും ഇഗ്നോർ ചെയ്യത്തില്ല. അത് സമയാസമയം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് ലാസ്റ്റ്ലി സ്പീക്കർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയാലിറ്റി ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ റിയാലിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ നമ്മൾ ഇതിനെ ട്രൈ ഔട്ട് ചെയ്യണം. അതായത് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ട്രൈ ചെയ്യണം എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ സ്പീക്കർ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എസ്സേ എന്ന് പറയുന്നത്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞു പോയത്. പിന്നെ അത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പിന്നെ മാർഗരറ്റ് ആറ്റ്വുഡ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് വേൾഡിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആൻഡ് ദെൻ പിന്നെ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഇവർ ഫേസ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി വിട്ടപ്പോൾ. ആൻഡ് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡിനെ നമ്മൾ ഷേപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്പീക്കിങ്ങിനാണോ റൈറ്റിങ്ങിനാണോ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യനകത്ത് ചോദിക്കാം. ഓക്കെ. പിന്നെ എസ്സേ ആയിട്ടെന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു എസ്സേ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എൻ്റെ തീംസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുക. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സമ്മറി പറഞ്ഞ് എഴുതിയാൽ മതി. മനസ്സിലാക്കി തന്നെ ഇതൊന്ന് എഴുതുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.